ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള PSCയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ വിഷയം സോഷ്യൽ സയൻസ് മലയാളം മീഡിയം തസ്തികയിലേക്കുള്ള ഒഴിവുകളുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപേക്ഷ ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 4/6/2025, അതായത് ജൂൺ 4, 2025. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 24/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം. ശമ്പളം 41,300 രൂപ മുതൽ 87,000 രൂപ വരെ. ഇനി ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-നും 40 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/1/1985-നും 1/1/2007-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. യോഗ്യതകൾ: ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാല നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയുള്ള BEd അല്ലെങ്കിൽ BT ബിരുദവും. ഇനി ബന്ധപ്പെട്ട ബിരുദ വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് തുടർന്ന് പറയുന്നതാണ്. കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് KTET ടെസ്റ്റ് പാസ്സായിരിക്കണം. കാറ്റഗറി 3. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ CTET ഓർ നെറ്റ് ഓർ സെറ്റ് ഓർ MPhil ഓർ PhD ഓർ ഏതെങ്കിലും വിഷയത്തിൽ MD യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ KTET യോഗ്യത നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി യോഗ്യതയുടെ വിശദാംശങ്ങൾ നോക്കാം. ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള MPhil യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം. ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഫിലോസഫി, സോഷ്യോളജി ഇവയിൽ ഏതെങ്കിലും ഐച്ഛിക വിഷയമായി എടുത്ത് ബിരുദം സമ്പാദിച്ചിരിക്കണം. 21/9/2022 മുൻപ് കൊമേഴ്സ്, മ്യൂസിക് എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടിയതിനു ശേഷം സോഷ്യൽ സയൻസ് BEd നേടിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. റൂറൽ ഉന്നത വിദ്യാഭ്യാസ നാഷണൽ കൗൺസിൽ നൽകിയിട്ടുള്ള റൂറൽ സർവീസ് ഡിപ്ലോമയും ഡിഗ്രിക്ക് തുല്യമായി ഈ തസ്തികയ്ക്ക് പരിഗണിക്കുന്നതാണ്. മൈസൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്ന BEd സോഷ്യൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് നേടിയവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ളവർക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ BEd അല്ലെങ്കിൽ BT യോഗ്യതയുള്ള പക്ഷം ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയിലെ നിയമനത്തിന് താഴെ പറയുന്ന യോഗ്യതകളും സ്വീകാര്യമാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി, ഉറുദു എന്നിവയിൽ ഡബിൾ മെയിനായുള്ള BA ഡിഗ്രിയും സോഷ്യൽ സ്റ്റഡീസിലുള്ള BEd യോഗ്യതയും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിനായും ജനറൽ എക്കണോമിക്സും ഇന്ത്യൻ ഹിസ്റ്ററിയും സബ്സിഡിയറിയായും ഉള്ള BA ഡിഗ്രിയും ഹിസ്റ്ററിയിലുള്ള BEd യോഗ്യതയും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയും അറബിയും മെയിനായുള്ള BA ഡിഗ്രിയും ഹിസ്റ്ററിയിലുള്ള BEd യോഗ്യതയും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിനായും ജനറൽ എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും സബ്സിഡിയറിയായും ഉള്ള BA ഡിഗ്രിയും ഹിസ്റ്ററിയിലുള്ള BEd യോഗ്യതയും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയും അറബിയും മെയിനായുള്ള BA ഡിഗ്രിയും സോഷ്യൽ സ്റ്റഡീസിലുള്ള BEd യോഗ്യതയും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിനായും ഇന്ത്യൻ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും സബ്സിഡിയറിയായും ഉള്ള BA ഡിഗ്രിയും ഹിസ്റ്ററിയിലോ സോഷ്യൽ സ്റ്റഡീസിലോ ഉള്ള BEd യോഗ്യതയും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിനായും പൊളിറ്റിക്കൽ സയൻസും ജനറൽ എക്കണോമിക്സും സബ്സിഡിയറിയായും ഉള്ള BA ഡിഗ്രിയും സോഷ്യൽ സ്റ്റഡീസിലുള്ള BEd യോഗ്യതയും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിനായും ഔട്ട്ലൈൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഫ്രീഡം മൂവ്മെന്റും പൊളിറ്റിക്കൽ സയൻസും സബ്സിഡിയറിയായും ഉള്ള BA ഡിഗ്രിയും സോഷ്യൽ സ്റ്റഡീസിലുള്ള BEd യോഗ്യതയും. ഇസ്ലാമിക് ഹിസ്റ്ററി മെയിനായും ലിംഗ്വിസ്റ്റിക്, ഇന്ത്യൻ ഹിസ്റ്ററി എന്നിവ സബ്സിഡിയറിയായും ഉള്ള BA ഡിഗ്രിയും സോഷ്യൽ സയൻസിനുള്ള BEd യോഗ്യതയും. ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ തസ്തികയ്ക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടെങ്കിൽ, അതായത് വിവരണാത്മകം അല്ലെങ്കിൽ OMR, ചോദ്യക്കടലാസ് മലയാളത്തിലായിരിക്കും. ഉത്തരങ്ങളും മലയാളത്തിൽ തന്നെ എഴുതേണ്ടതാണ്. OMR ഉത്തരക്കടലാസ് സംബന്ധിച്ച് ഉത്തരങ്ങൾ എഴുതുന്നതിന് പകരം നിർദ്ദേശിക്കുന്ന പ്രകാരം അടയാളപ്പെടുത്തേണ്ടതാണ്. കൂടാതെ ബിരുദത്തിന് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് ഐച്ഛിക വിഷയമായി പഠിച്ച വിഷയവും ഏത് വിഷയത്തിലാണ് BEd അല്ലെങ്കിൽ BT ലഭിച്ചിട്ടുള്ളതെന്നും അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം. പ്രായപരിധി, നിയമനം ഇവ സംബന്ധിച്ച പ്രത്യേക ആനുകൂല്യങ്ങൾ. 12/2/1970 ഗവൺമെന്റ് ഓർഡർ നമ്പർ 50/70/PD 21/1/1978 ഗവൺമെന്റ് ഓർഡർ നമ്പർ 9/78/G
EDN എന്നിവ അനുസരിച്ച് നിശ്ചിത യോഗ്യതയുള്ള ജവാന്മാരുടെ ഭാര്യമാർക്ക് ഉദ്യോഗ നിയമന കാര്യത്തിൽ സാമുദായിക സംവരണ നിയമങ്ങൾക്ക് വിധേയമായി മുൻഗണന ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ഭർത്താവിന്റെ പേര്, മിലിറ്ററി റാങ്ക്, മിലിറ്ററി അഡ്രസ് മുതലായ സൈനിക സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട കമാൻഡിംഗ് ഓഫീസറുടെ പക്കൽ നിന്നും നേടിയത് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. സേവന രംഗത്തുള്ള പട്ടാളക്കാരെയും ബേസ് എസ്റ്റാബ്ലിഷ്മെന്റിൽ പ്രവർത്തിക്കുന്നവരെയുമാണ് ജവാന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് സ്കൗട്ടിലും ഗൈഡ്സിലും പെട്ടവർക്ക് നിയമന കാര്യത്തിൽ മുൻഗണന നൽകുന്നതാണ്. സംസ്ഥാനത്തെ ഡിപ്പാർട്ട്മെന്റൽ ഹൈസ്കൂളിൽ കുറഞ്ഞ പക്ഷം 5 വർഷം സർവീസിലുള്ള ലാബോറട്ടറി അറ്റൻഡർമാരെ അവർക്ക് നിശ്ചിത യോഗ്യതയുള്ള പക്ഷം പ്രായപരിധിയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. അവർ സർവീസിൽ പ്രവേശിച്ച തീയതിയും മൊത്ത സേവനകാലവും കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്ററിൽ നിന്നും വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. സർവീസ് ആനുകൂല്യം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാമുദായിക സംവരണ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അടുത്തത് ഗവൺമെന്റ് നഴ്സറി അല്ലെങ്കിൽ പ്രൈമറി സ്കൂളുകളിലെ നിശ്ചിത യോഗ്യതയുള്ള ബിരുദധാരികളായ അധ്യാപകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മേൽപ്പറഞ്ഞ മുൻഗണനകൾക്കോ ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവുകൾക്കോ ഉയർന്ന പ്രായപരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനോ അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ആ വിവരം വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിലെ വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസ് ലിങ്ക് വഴി അവകാശപ്പെടേണ്ടതും വിശദാംശങ്ങൾ അതിനായി നൽകിയിട്ടുള്ള സ്ഥലത്ത് രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ അതിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫാണ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ആധാർ കാർഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/6/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെ, അതായത് ജൂൺ 4, 2025. ഉദ്യോഗാർത്ഥികൾ ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കുന്നതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവൂ. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.